ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട്? സുഖമല്ലേ? അപ്പോൾ കുറേ നാൾക്ക് ശേഷം നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഞാൻ 2.5 വർഷങ്ങൾക്ക് ശേഷം കാനഡ ടു കൊച്ചി ട്രാവൽ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ കാനഡയിൽ നിന്ന് കുറച്ച് എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിച്ച് എന്നുള്ള ഇൻഫർമേഷൻസാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഫ്യൂച്ചറിൽ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻസ് യൂസ് ചെയ്യാം. നിങ്ങളുടെ യൂസ് കേസിൽ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ഇത് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ഒന്നൊന്നായിട്ട് ഞാൻ സാധനങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല, ബട്ട് സ്റ്റിൽ ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് വാങ്ങിച്ചതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കില്ല നിങ്ങളുടെ ഇതിന് യൂസ് കേസിനനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ഈ വ്യൂ എങ്ങനെയുണ്ട്? ഇപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ ഞാൻ മേടിച്ച സാധനങ്ങൾ കാണാൻ പറ്റുന്നില്ലേ? നമുക്ക് ഈ സൈഡ് ആണ് എൻ്റെ ഫേവറേറ്റ് സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് നേരത്തേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ആദ്യം ഈ സൈഡ് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറേ നാളുകളായിട്ട് കോസ്കോയിൽ പോകുന്ന സമയത്ത് നോക്കി വെച്ചൊരു ഐറ്റമായിരുന്നു. റസ്ക് പോലത്തെ ഒരു സംഭവമാണ്, പക്ഷേ ബിസ്ക്കറ്റ്സ് എന്നാണ് ഇവർ പറയുന്നത്. ഈ ഒരു ഐറ്റം മേടിച്ചിട്ടുണ്ട്. ഇതിന് ഏകദേശം $10 അടുത്താണ് എനിക്ക് വന്നത്. ഞാൻ നോക്കിയ സമയത്ത് ഇതിനകത്ത് നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷുഗർ വളരെ % കുറവാണെന്ന് കണ്ടുകൊണ്ടാണ് ഞാൻ അത് വാങ്ങിയത്. നല്ലതായിരിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ. പിന്നെ ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സൈഡ് ഫുള്ള് ചോക്ലേറ്റ്സ് ആണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എൻ്റെ ഫേവറേറ്റ് ചോക്ലേറ്റ്സ് ഏതെന്ന് വെച്ചാൽ ഈ ചോക്ലേറ്റാണ്. ഇതിന് ദുബായ് ചോക്ലേറ്റ്സ് എന്നാണ് ഇതിന് പേര് കൊടുത്തിരിക്കുന്നത്. ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ കോസ്കോന്ന് മേടിച്ചാണ്. ഞാൻ കഴിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള ചോക്ലേറ്റാണ്. അപ്പോൾ ടേസ്റ്റ് പ്രിഫറൻസ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് പ്രിഫറൻസ് ആയിരിക്കും, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് സോ ഗുഡ്. അപ്പോൾ അത് ഞാനൊരു 2 പാക്കറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേരോട് ഞാൻ എന്ത് ചോക്ലേറ്റ് മേടിക്കുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സജഷൻ കിട്ടിയ വേറൊരു ഐറ്റമാണ് ഈ ലിൻഡിൻ്റെ ഈ ചോക്ലേറ്റ് എന്ന് പറയുന്ന ഈ സംഭവം. ഒരു 1.5 ഐറ്റമാണെന്നാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. പക്ഷേ ഇതുവരെ എനിക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയില്ല. മേ ബി ഇതൊക്കെ ഈ പാക്കറ്റ്സൊക്കെ പൊട്ടിച്ച് ഞാൻ ചെറിയ ചെറിയ സിപ്പ് ബാഗ്സിലേക്ക് ആക്കിയിട്ടാക്കി കൊണ്ടുവന്നു. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കും, എന്നിട്ട് ഞാൻ പറയാം. പറ്റുവാണെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഞാൻ അതിൻ്റെ 2 ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ പിന്നെ വാങ്ങിച്ചതെന്ന് വെച്ചാൽ ഇതാണ് സ്വിസ് ചോക്ലേറ്റ്. ഇതിൻ്റെ തന്നെ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് മിൽക്ക് ചോക്ലേറ്റ് ആണ് കമ്പാരിറ്റീവ്ലി ഡാർക്ക് ചോക്ലേറ്റ് കമ്പയർ ചെയ്യും. പിന്നെ അതുപോലെ ലിൻഡിനെ പോലെ തന്നെ എന്നോട് ഒരുപാട് ആൾക്കാർ റെക്കമെൻഡ് ചെയ്ത് വേറൊരു ചോക്ലേറ്റാണ് ഈ വെറുതേസ് ഒറിജിനൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചോക്ലേറ്റ്. ഇത് ചോക്ലേറ്റ് അല്ല, ബേസിക്കലി ഇതൊരു കാരമൽ ക്യാൻഡിയാണ്, ഒരു ഹാർഡ് ക്യാൻഡിയാണ്. നമ്മുടെ ഈ കോപ്പിക്കോ പോലത്തെ ഒരു ടൈപ്പ് നമുക്ക് ക്യാൻഡീസ് ഇഷ്ടപ്പെട്ടവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് മിഠായാണ്. പിന്നെ ഇത് ഞാൻ പേഴ്സണലി കഴിച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ചോക്ലേറ്റാണ്. കിൻഡർ ജോയ്ക്ക് ഇല്ല, അതുപോലെ തന്നെ കിൻഡറിൻ്റെ ഒരു മിനി പാക്കറ്റ്സ് ആണ്. ഇതിനകത്ത് ഒരുപാട് ചോക്ലേറ്റ്സിൻ്റെ എത്ര ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, ബട്ട് ഇത് അടിപൊളിയാണ്, നല്ല കിടിലൻ ടേസ്റ്റ്. പിന്നെ നമ്മൾ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഫെറാറോ റോഷർ. ഇതില്ലാതെ എന്ത് നാട്ടിൽ പോക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് ഞാൻ ചെറിയൊരു ബോക്സാണ് മേടിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഒരു 16 എണ്ണം വരുന്ന ഒരു ചെറിയൊരു ബോക്സാണ് മേടിച്ചത്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ആവശ്യമുള്ളൂ, കാരണം ഒരുപാട് ചോക്ലേറ്റ് കൊടുത്ത് വീട്ടിലുള്ളവരെ നശിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഇതിൻ്റെ മതിയാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ അതുപോലെ തന്നെ ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ടും ഒരുപാട് പേരുടെ റെക്കമെൻഡേഷൻ കൊണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ഒരു കോഫിയുടെ ഒരു ഇൻസ്റ്റൻറ്റ് കോഫിയാണ് ഈ കാണുന്നത്, ടേസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത്. കിടിലനാണ്. ട്രൈ ചെയ്ത് നോക്കുവാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് വയ്ക്കൂ. ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു വലിയ പാക്കറ്റാണ് ഞാൻ വാങ്ങാൻ ഉദ്ദേശിച്ചത്, പക്ഷേ അത് കിട്ടാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം ഇതിലാക്കി ഒതുങ്ങിയത്. പിന്നെ ഈന്തപ്പഴം ഞാൻ കോസ്കോന്ന് മേടിച്ചതാണ്. ഈ കാണുന്ന ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളിൽ പകുതി ഇത് രണ്ടും ഒഴിച്ച് ഈ സാധനങ്ങൾ ഫുള്ള് ഞാൻ കോസ്കോന്ന് മേടിച്ചതാണ്. ഇതടക്കം കോസ്കോന്ന് മേടിച്ചതാണ്. ഇതും ഞാൻ കോസ്കോന്ന് മേടിച്ചതാണ്. ഇതിന് എനിക്ക് തോന്നുന്നു $10 അടുത്തെന്ത് വരുന്നുള്ളൂ. അടിപൊളിയാണ്, ട്രൈ ചെയ്തു. പിന്നെ ഞാൻ വാങ്ങിച്ച് പിസ്ത. ഇതെന്ന് പറഞ്ഞാൽ ഇതിന് ഏകദേശം ഒരു $20 അടുത്താണ് വന്നത്. പിന്നെ അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അയ്യോ, ഇത് ഈ കൂട്ടുകാർക്ക് ഇതിലുള്ളതല്ല, ഈ ഫ്രെയിമിലുള്ളതല്ല. ഞാൻ റൂമൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത സമയത്ത് അറിയാതെ പെട്ടുപോയതാണ്. ഇതെൻ്റെ ക്യൂട്ടീസാണ്. ഇത് ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ഐറ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ചുമ്മാ ഇവിടുത്തെ എനിക്ക് യൂസ് ചെയ്തതിൽ ഇത് നാട്ടിൽ കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് യൂസ് ചെയ്തപ്പോൾ നല്ലൊരു സ്മെല്ല് തോന്നിയ ഒരു അടിപൊളി കിടലിനായിട്ടുള്ളൊരു സോപ്പായതുകൊണ്ട് ചുമ്മാ ഒരു പാക്കറ്റ് അങ്ങ് മേടിച്ച് വെച്ചെന്നുള്ളൂ. ഒരു കിടല സ്പൈസി ടൈപ്പ് ഒരു സ്മെല്ലാണ്. പിന്നെ ഞാൻ വാങ്ങിച്ചെന്താണെന്ന് വെച്ചാൽ ഇതാണ്ടേ ഡോവിൻ്റെ ഏതാണ് ഫ്ലേവർ എന്ന് എനിക്കറിയത്തില്ല. ഇതൊരു കിടലിനൊരു ഐറ്റമാണ്. 3 പീസ് വരുന്ന ടൈപ്പ്. ഞാൻ 2 ബോക്സാണ് മേടിച്ചിരിക്കുന്നത്, മൊത്തം 6 എണ്ണം. ഇത് അടിപൊളിയാണ്. നിങ്ങൾക്ക് ആർക്കും ഫാമിലി ഫ്രണ്ട്സിന് ആർക്കെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് കൊടുക്കാം. കിടലൻ സംഭവമാണ്. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാണുന്നുണ്ടോ? യെസ്, ഹോട്ട് വീൽസ്. ഞാൻ ഒരുപാട് നാളായിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ
സ്വന്തമായിട്ട് വാങ്ങിക്കാൻ പറ്റിയില്ല. ഞാൻ എൻ്റെ പേപ്പൻ്റെ മക്കളോട് എന്താണ് വേണ്ടത്, കാനഡയിൽ നിന്ന് ചേട്ടൻ വരുമ്പോൾ എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞ സാധനമാണ് അവർക്ക് ഹോട്ട് വീൽസ് മതിയെന്ന്. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി എടുത്തതാണ് ഈ ഇരിക്കുന്ന ഹോട്ട് വീൽസ് എന്ന് പറഞ്ഞാൽ. എനിക്കറിയത്തില്ല ഇപ്പോഴത്തെ പിള്ളേർക്ക് ഏത് ടൈപ്പ് ഹോട്ട് വീൽസ് ഇഷ്ടമെന്ന്. ഞാൻ എൻ്റെ ഒരു ചോയ്സിനനുസരിച്ച് എടുത്തതാണ്. ഏകദേശം ഒരു 10-16 എണ്ണം ഉണ്ട്. പിന്നെ നമുക്ക് ഇനി എൻ്റെ ഫേവറേറ്റ് സെക്ഷൻ, ഓ മൈ ഗാഡ്, ആ സെക്ഷനിലേക്ക് കിടക്കാം. ഇതാണ്ടേ, ഇതല്ല കേട്ടോ എൻ്റെ ഫേവറേറ്റ്. ഇത് പ്രത്യേക ഒരാളുടെ റെക്കമെൻഡേഷൻ അല്ല, അവരുടെ ഒരു ഇത് വേണം, ഇതുണ്ടെങ്കിൽ വന്നാൽ മതി എന്നുള്ളൊരു ഇതിൻ്റെ പിറകിൽ എടുത്ത സാധനമാണ് ഈ കാണുന്നത്. ഫസ്റ്റ് നമുക്ക് ഇതിൽ നിന്ന് തുടങ്ങാം. ഞാനിത് കാസിയോന്ന് മേടിച്ച ഒരു വാച്ചാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബ്രദേഴ്സിനോ അല്ലെങ്കിൽ കസിൻസിനോ ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ബെസ്റ്റ് ഐറ്റമാണ്. ഞാനത് തുറന്ന് കാണിക്കുന്നില്ല. ഞാൻ ഈ സെയിം വാച്ചിനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. ദാറ്റ് ഈ സെയിം വാച്ചാണ് അതിനകത്തിരിക്കുന്നത്. ഇത് ഞാൻ ബാത്ത് ആൻഡ് ബോഡി വർക്സിൽ നിന്ന് മേടിച്ച കുറച്ച് ഒരു കാറിനകത്ത് വെക്കാൻ പറ്റുന്ന ഫ്രഷ്നറാണ്. അപ്പോൾ ഞാൻ റീഫില്ലേഴ്സ് ഒരു 2-3-5 മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇതിൻ്റെ റീഫില്ല്. പിന്നെ അതുപോലെ തന്നെ ഞാൻ എൻ്റെ സിസ്റ്ററിന് വേണ്ടി മേടിച്ചിട്ടുള്ള കുറച്ച് ഹാൻഡ് സാനിറ്റൈസേഴ്സാണ് ഈ കാണുന്നത്. പലതരത്തിലുള്ള ഫ്ലേവേഴ്സ് ഞാൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ട് ഞാൻ ഡെയിലി നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ എനിക്ക് തോന്നി ഇത് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയൊരു ബെസ്റ്റ് ഐറ്റമാണെന്ന്. പിന്നെ അതിൻ്റെ സൈഡിലൊരു പൈനാപ്പിൾ കുട്ടൻ ഇരിക്കുന്നുണ്ടോ? ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ ചേച്ചിക്ക് വേണ്ടി ഗിഫ്റ്റ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അവൾക്ക് കുറച്ചും കൂടെ ഒരു കിടലിനായിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ള സാധനം ആയിക്കോട്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ ഹാൻഡ് സാനിറ്റൈസേഴ്സ് എടുത്ത് വെച്ചിട്ട് നമുക്ക് ഇതിങ്ങനെ യൂസ് ചെയ്യാം. കണ്ടോ? ഇത് നമുക്ക് ബാഗിലോ അല്ലെങ്കിൽ ഡ്രസ്സിലോ എവിടെ വേണമെങ്കിലും കൊളുത്തിയിടാം. പിന്നെ പൈനാപ്പിൾ ആയതുകൊണ്ട് കുറച്ചുകൂടി ക്യൂട്ടല്ലേ ആയിരിക്കും. പിന്നെ നമുക്ക് വരുന്ന ഐറ്റമാണ് ഈ കാണുന്ന ജെർജൻസിൻ്റെ ഒരു ബോഡി ലോഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്മെല്ലെന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഇതിൻ്റെ ഞാൻ മേടിച്ചിരിക്കുന്നത് ലാവൻഡറിൻ്റെ ഫ്ലേവറാണ് മേടിച്ചിരിക്കുന്നത്. പിന്നെ ഫ്ലേവർ എന്നാണോ പറയുന്നത് അതോ ലാവൻഡറിൻ്റെ ഒരു സാധനമാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. കിട്ടില്ലെന്നാണ്. പിന്നെ ഞാൻ ബാത്ത് ആൻഡ് ബോഡി വർക്സിൽ നിന്ന് മേടിച്ച കുറച്ച് ബോഡി ക്രീംസാണ് ഈ കാണുന്നത്. ഇത് രണ്ടും മെൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ പപ്പയ്ക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി, എൻ്റെ ഫാദറിന് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടി മേടിച്ചാണിത്. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ മെൻസിന് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് ഒരു സ്മെല്ലാണിത്. ഭയങ്കര ഫ്രഷ് ആയിട്ടൊരു സ്മെല്ലാണ്. നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 2 സംഭവം ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും. ഇത് നോയിർ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഫ്രഷ് വാട്ടർ എന്ന് പറഞ്ഞിട്ടൊരു ടൈപ്പാണ്. പിന്നെ അതുപോലെ തന്നെ ഇതാണ്ടേ, ഇത് ലേഡീസിന് പറ്റിയ ടൈപ്പ് പ്ലാറ്റിനം എന്ന് പറയുന്നതും പിന്നെ ചാമ്പ്യൻ എന്ന് പറഞ്ഞിട്ടൊരു ഇതാണ്. ഇത് ശരിക്കും ഇതും ഒരു രക്ഷയില്ലാത്ത സ്മെല്ലാണ്. കിഡലിനാണ്. ട്രൈ ചെയ്യാൻ പറ്റുന്നവർ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം. പിന്നെ ഓരോരുത്തരുടെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്, അത് വ്യത്യാസം ഉണ്ടാവും. പിന്നെ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഗ്ലെൻഫിഡിച്ചിൻ്റെ 15 ഇയേഴ്സ് ഒരു ഇത് വരുന്ന പഴക്കം വരുന്ന ഒരു സിംഗിൾ മാൾട്ട് വിസ്കിയാണ്. ഞാൻ ഇതുവരെ വിസ്കി ഒന്നും ട്രൈ ചെയ്തിട്ടില്ല. പക്ഷേ നാട്ടിൽ നിന്ന് വന്ന സമയത്ത് എൻ്റെ പപ്പ പറഞ്ഞ് കുറേ നാളിലായിട്ട് വർഷങ്ങളോളം ഏകദേശം 10-20 വർഷമായിട്ട് വെള്ളടിയും പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പുള്ളിയുടെ ഒരു ആഗ്രഹപ്രകാരം മേടിച്ച സംഭവമാണ്. പിന്നെ ഇവിടെ നിന്നൊരു സാധനം ഇറക്കുമ്പോൾ അത് ഒഴിച്ച് കുടിക്കാൻ നല്ലൊരു ഗ്ലാസ്സും കൂടെ വേണമെന്നുള്ളതുകൊണ്ട് ഞാനത് ഇവിടെ നിന്ന് തന്നെ മേടിച്ച്. പിന്നെ ഈ സൈഡിലിരിക്കുന്ന ഫുള്ള് ഇതൊരു ഹാൻഡ് വാഷ്. ഇപ്പോൾ നാട്ടിൽ കിട്ടുന്നില്ല. ഇത് ഇവിടെ മാത്രം വരുന്ന ഡോവിൻ്റെ ഒരു ലിമിറ്റഡ് എഡിഷൻ ഒരു ഹാൻഡ് വാഷാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് കണ്ടപ്പോൾ എനിക്ക് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയുകൊണ്ട് മേടിച്ചാണ്. പിന്നെ ഇത് ലൂബ്രിഡം. നിങ്ങളിത് യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. യൂസ് ചെയ്യാത്തവരോട് പറയുകയാണ്, യു മസ്റ്റ് ട്രൈ ദിസ്. ഇത് ഡ്രൈ സ്കിന്നായാലും ഓയിൽ സ്കിന്നാണെന്നുണ്ടെങ്കിലും ഈ സംഭവം കിഡലിനായിട്ട് വർക്ക് ചെയ്യും. പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നല്ല സ്മെല്ലോ കാര്യങ്ങളൊന്നും എക്സ്പെക്റ്റ് ചെയ്യരുത്. പക്ഷേ സ്റ്റിൽ ഇത് യൂസ് കേസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിഡലൻ സാധനമാണ്. പിന്നെ സെറ്റഫിൽ കാനഡയിലുള്ള എല്ലാവരോടും ഞാനായിട്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. സെറ്റഫിൽ എല്ലാവരും യൂസ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലെൻസർ ഞാൻ മേടിച്ചിട്ടുണ്ട് സിസ്റ്ററിന് വേണ്ടിയിട്ട്. പിന്നെ ഈ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ സിസ്റ്ററിന് വേണ്ടി മേടിച്ചൊരു മേക്കപ്പ് സെറ്റാണ്. ക്ലിനിക് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഒരു മേക്കപ്പ് സെറ്റ്. അതിനകത്ത് ഈ പറഞ്ഞ സാധനങ്ങൾ ഫുൾ വരുന്നൊരു മേക്കപ്പ് സെറ്റാണ് വരുന്നത്. പിന്നെ ആ സെയിം ബ്രാൻഡിൻ്റെ ഞാൻ 2 ഇതെന്താ സംഭവം എന്ന് ഞാൻ മേടിച്ച സമയത്ത് മറന്നുപോയി. ശരിക്കും പറഞ്ഞൊരു ഫേസ് ക്രീം പോലത്തെ ഒരു ഐറ്റമാണ്. ഞാൻ എൻ്റെ സിസ്റ്ററിനും അതുപോലെ തന്നെ എൻ്റെ മമ്മിക്കും വേണ്ടി മേടിച്ചതാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ വേറൊരു സാധനം മേടിച്ചെന്ന് വെച്ചാൽ ഇത് എയറിൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു കിറ്റാണ് വരുന്നത്. ഇതിൻ്റെ അകത്തൊരു പെർഫ്യൂമ്, പിന്നെ ഒരു ഹാൻഡ് ക്രീം, അതുപോലെ തന്നെ പിന്നെ ഒരു ഫേസ് ക്രീം ആണ് കൂടെ വരുന്നൊരു കിറ്റാണ്. അതാണ്ട് ഈ കണ്ടല്ലോ, ഇതുപോലെ ഈ 3 സാധനങ്ങൾ വരുന്നൊരു കിറ്റാണ്. ഇതും കിഡലിനാണ്. പിന്നെ
മേടിച്ചിരിക്കുന്നതാണ് ഈ പെർഫ്യൂംസാണ്. 1 2 3 4 5 പെർഫ്യൂംസ് ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇതിനകത്ത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുമാണ് ഈ കാണുന്നതും ഈ കാണുന്നതും. ഇത് ഞാൻ നാട്ടിൽ കൊടുക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, ഞാൻ ട്രൈ ചെയ്യും. പക്ഷേ മിക്കവാറും ഞാൻ ഇത് അടിച്ചു മാറ്റാൻ സാധ്യത ഞാൻ കാണുന്നത്. ഇത് അടിപൊളി പെർഫ്യൂംസാണ്. നിങ്ങൾക്ക് പെർഫ്യൂംസിനെ പറ്റി അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കതിനെപ്പറ്റി വീഡിയോ ചെയ്യാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. കാരണം ഇതെൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു കോണ്ടൻ്റാണ് ഈ പെർഫ്യൂംസിനെ പറ്റി പറയാമെന്നുള്ളത്. അപ്പോൾ ഇത് കിഡിലിനാണ്. അപ്പോൾ ഇത്രയൊക്കെ ഐറ്റംസാണ് ഞാൻ മേടിച്ചത്. മെയിൻ സാധനം പറയാൻ മറന്നുപോയി. ഇത് കണ്ടോ ഗൈസ്, അതെൻ്റെ മമ്മിക്ക് വേണ്ടി മേടിച്ചൊരു മൈക്കിൾ കോറസിൻ്റെ ഒരു ബാഗാണ്. ഇതുപോലെ തന്നെ വേറൊരു ബാഗും ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, 2 ടൈപ്പിലുള്ള കളറാണ് മേടിച്ചത്. ഇത് സെയിൽസിൽ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ കിട്ടും. കിഡിലൻ ഐറ്റമാണ്. മൈക്കിൾ കോർസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബ്രാൻഡ് ഞാനായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് ഗിഫ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ഐറ്റമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ച ഐറ്റംസ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് പറയാം എങ്ങനെയുണ്ട്, ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ മിസ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് പറയാം. ഇതിനകത്ത് എന്തെങ്കിലും എനിക്ക് ആഡ് ഓൺ ചെയ്യാമായിരുന്നു എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഷെയർ ചെയ്യാം. അപ്പോൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്യാൻ ഞാൻ ശ്രമിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. സീ യു ഗൈസ്.